ഹലോ, ഇന്നത്തേന്ന് പറയുന്ന ഒരു സിമ്പിൾ മെഹന്തി ഡിസൈനാണ്. ഞാൻ 2-3 ദിവസം അതിൻ്റെ വീഡിയോ എടുത്ത് വെച്ചിട്ട്, പക്ഷെ ഇപ്പോഴാണ് ഇതൊന്ന് ഇടാനായിട്ട് സാധിച്ചത്. ഇവിടെ വീടിനടുത്ത് നമ്മുടെ ഒരു ചേച്ചിയുടെ കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് പോകുമ്പോൾ എന്തായാലും മെഹന്തിയൊക്കെ ഇട്ട് പോകണമെന്നായിരുന്നു മോഹം. കല്യാണത്തിന് 2 ദിവസം മുന്നേ ഞാൻ മെഹന്തി വാങ്ങി വെച്ചിട്ട് കല്യാണ തലേന്ന് രാത്രിയാണ് ഓർക്കുന്നത് ഇതുപോലെ വാങ്ങി വെച്ചിട്ടുണ്ടല്ലോ മെഹന്തി ഇടണമല്ലോ എന്നുള്ള കാര്യം. അങ്ങനെ രാത്രി 11 മണിക്ക് ഇരുന്നുള്ള എൻ്റെ തട്ടിക്കുട്ടി ഒരു മെഹന്തി ഡിസൈൻ ആയിരുന്നു ഇത്. എനിക്ക് അപ്പം തോന്നിയ മാതിരി എന്തൊക്കെയോ വരച്ച് വെച്ചതാണ്. ഭംഗിയുണ്ടോയെന്ന് വെച്ചാൽ അത്രയ്ക്കൊന്നും ഇല്ല, എന്നാലും തരക്കേടില്ലാത്ത രീതിക്കൊക്കെ വരച്ചെടുക്കാൻ പറ്റും. ഈ പെൻസിലൊക്കെ കൊണ്ട് ബുക്ക് വരയ്ക്കുമ്പോൾ അത്ര എളുപ്പമല്ല കേട്ടോ ഈ മെഹന്തി ഉപയോഗിച്ച് കൈ വരയ്ക്കുമ്പോൾ. ഇത്തിരി പാടാണ്. എനിക്ക് അപ്പോൾ തോന്നിയ മാതിരി ഞാൻ മാക്സിമം കയ്യിൽ നന്നായിട്ട് കവർ ചെയ്ത് വരച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആദ്യം വരച്ച ഉന്മേഷമൊക്കെ ലാസ്റ്റ് ആയപ്പോൾ എനിക്ക് പോയി തുടങ്ങി. പിന്നെ ഞാൻ ഏതാണ്ടൊക്കെ ഒന്ന് വരച്ച് തീർക്കാനുള്ള പെടാപ്പാടായിരുന്നു. ഒരു സൈഡിൽ ഞാനിങ്ങനെ ജസ്റ്റിൻ്റെ ഡിസൈനൊക്കെ കൊടുത്തു. അകംഭാഗം എങ്ങനെയൊക്കെയോ വരച്ചൊപ്പിച്ചെടുത്തു. ഇനിയിപ്പോൾ ആ വിരലൂടി ഒന്ന് വരച്ചെടുത്താൽ ഏകദേശം കംപ്ലീറ്റ് ആകും അകത്തെ ഭാഗം. ഇനി നമുക്ക് പുറം ഭാഗം കൂടി ഒന്ന് വരച്ചെടുക്കാനായിട്ടുണ്ട്. ഒരു ഭാഗം വരച്ച് തീർന്നപ്പോഴേ എനിക്ക് വരയ്ക്കാനുള്ള ഒരു മൂടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ല ഉറക്കവും വരുന്നുണ്ടായിരുന്നു. പിന്നെ എന്തായാലും തുടങ്ങി വെച്ചതല്ലേ, എന്തായാലും അവസാനിപ്പിക്കാൻ നേരത്തെ എനിക്ക് തോന്നിയ ഡിസൈനൊക്കെ വരച്ചു. അങ്ങനെ ആ ഒരു സൈഡ് 2-3 പൂക്കൾ ഒരുപാട് ഇതളുകളായിട്ട് വരച്ച് ചേർത്ത് കൊടുത്തു. പിന്നീട് ഞാൻ ആ ഫ്ലവേഴ്സ് ഒഴികെയുള്ള ഭാഗം ആ മെഹന്തി വെച്ച് തന്നെ ഒന്ന് കളർ ചെയ്ത് കൊടുത്തു. വേറെ ഡിസൈൻ വരയ്ക്കാനുള്ള മടി കാരണം അപ്പം ഉണ്ടാക്കിയൊരു ഡിസൈൻ ആയിരുന്നു അത്. ഇത്രയും ഭാഗം അങ്ങനെ ഒന്ന് കളർ ചെയ്തെടുത്തപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ബൈക്കൊക്കെ ഓടിക്കുന്ന ഒരു കയ്യിലെടുത്തില്ലേ, അതുപോലാണ് തോന്നിയത്. പിന്നീട് ഞാൻ താഴോട്ട് ഇതുപോലെ ഫ്ലവേഴ്സ് വരച്ച് കൊടുത്തു. അപ്പോൾ ഇതാണ് എൻ്റെ മെഹന്തി ഡിസൈൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യും. താങ്ക്